വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്നേഹ സുരേന്ദ്രൻ. ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു വ്ളോഗ് നിങ്ങൾ കാണുന്നത്. നോർമലി ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. ബട്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. നമുക്ക് ഇന്ന് തിരുവോണ ദിനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് കുറച്ച് ഈ വർഷത്തെ ഓണം അല്ലെങ്കിൽ തിരുവോണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആയതുകൊണ്ട് തന്നെ എന്നത്തെയും എല്ലാ വർഷത്തെയും പോലെയല്ല, ഇത് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റാണ്. നമുക്ക് കാര്യം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ബട്ട് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ആയിരിക്കത്തില്ല. ബട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാനത് റിവീൽ ചെയ്യുന്നതായിരിക്കും കാര്യം എന്താണെന്ന്. സ്റ്റിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ വർഷത്തിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓണമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഈ ഒരു ഓണം. ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അത്തപ്പൂ ഇടണം അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്യണം, അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇട്ടിട്ടേ ഇല്ല ഇങ്ങനെയൊന്നും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കളറാക്കാമെന്ന് കരുതി. പ്ലസ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞായിരിക്കും കേട്ടോ. അത്തപ്പൂ ഇട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പരിചയമില്ല കേട്ടോ. ഞങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഓണം മത്സരം, അത്തപ്പൂ മത്സരമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അത്തമൊക്കെ ഇടുന്ന അല്ലാണ്ട് ഇതുവരേക്കും വീട്ടിൽ സ്വന്തമായിട്ടൊരു അത്തം ഇന്നവരേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചേച്ചി ഇച്ചിരി മടിച്ചിയും കൂടിയാണ്. അവൾക്ക് താല്പര്യമൊന്നുമില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. ബട്ട് എന്നിട്ട് കൂടി ഞാൻ പറഞ്ഞില്ല, നമുക്കിത് നമ്മുടെ സ്പെഷ്യൽ ഓണം ആയതുകൊണ്ട് തന്നെ അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരേക്കും ഇത്രയും വർഷം ഓണത്തിന് നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊക്കെ സെറ്റാക്കിയതാണ്. തലേ ദിവസം വാങ്ങിച്ച് പോവാണ്. പിന്നെ നമ്മളിതിപ്പോൾ തിരുവോണ ദിനത്തിൻ്റെ അന്ന് വെളുപ്പിനെ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഓർക്കും തൂങ്ങിക്കാട്ടോ നിൽക്കുന്നത്. എന്നാലും ഇതൊക്കെ ഒരു രസം, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു മെമ്മറീസാണ്. യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതിലും ഉപരി ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു മെമ്മറീസാണ്. ഇതൊന്നും ഒരിക്കലും നമുക്കിനി പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് ആയിക്കഴിഞ്ഞു. എന്നിട്ട് ഫുൾ ഇതിൻ്റെ ഒരു ഔട്ട് എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, ബട്ട് നമ്മൾ ഒരു കുഞ്ഞ് സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഒരു ഇതാട്ടോ ഇത്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ കള്ളകൃഷ്ണൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഹാരവും പിന്നെ നമ്മുടെ മഞ്ഞക്കോടിയെ കുടിപ്പിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് കൃഷ്ണനെ. അപ്പോൾ പ്രാർത്ഥിച്ചെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് നല്ല സന്തോഷമായിട്ട് കുടുംബത്തോടെ നല്ല രീതിക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിന് ശേഷം വേണം എനിക്കിനി അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ണാടിക്ക് മുന്നിലുള്ള ഷോയാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഞാനപ്പോൾ പോയിട്ട് വരാം. ബൈ. ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോ കാണുന്നത് നിങ്ങൾ ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും. മാക്സിമം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഇന്നുള്ളത് എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെ വീട്ടിലാണ്. വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, കുളിച്ചു, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. പിന്നെ നല്ല വിപുല സമൃദ്ധിയായിട്ടുള്ള ആഹാരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഞാൻ. കാരണം നമുക്ക് സദ്യയൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ലല്ലോ. കാരണം നോൺ വെജൊക്കെ അല്ലേ എപ്പോഴും കഴിക്കുക. സദ്യക്ക് എന്ന് പറയുന്ന നാട്ടിലും അല്ലാണ്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പായസം അതൊക്കെ നൈസല്ലേ. ഒരു കോമ്പിനേഷൻ പരിപ്പ്, പപ്പടം, അച്ചാർ, തോരൻ, അവിയൽ എല്ലാം കൂടെ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ഫുഡിയും കൂടെ ആയതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഓണത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആക്ച്വലി ഞാനതിപ്പം പറയുന്നില്ല, കാരണം അത് വഴിയെ പറയുന്നത്. ശരി, ഈ വീഡിയോയിലല്ല,
വരും ദിവസങ്ങളിൽ ഞാനത് പറയാം കേട്ടോ. അത് പക്ഷെ ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു ഇതൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പറഞ്ഞ് നമ്മൾ മൂഡ് കളയണ്ട. സോ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സോ ആക്ച്വലി ഈ മുറി മീയുടെ റൂമാട്ടോ. അപ്പം ഞാൻ വരുമ്പോഴൊക്കെ എനിക്കിത് ഞാനിവിടെ എന്നെ യൂസ് ചെയ്ത് എൻ്റെ സാമ്രാജ്യമാണ് ഗൈസ് ഇവിടെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം എന്താ പറയുക, ഫുഡ് കഴിക്കണ്ടേ, വാ. ഞാൻ വലിയ കാര്യത്തിലിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു, റെക്കോർഡ് ഓണാക്കി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ റെക്കോർഡ് ഓണാക്കിയില്ലെന്ന് മനസ്സിലാക്കിയത് 2 ഇഡലി എടുത്തതിൽ 1 ഇഡലി കഴിച്ചിട്ട് ഇരുന്നപ്പോഴാണ് മനസ്സിലാക്കിയത് റെക്കോർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ആഹാരം വന്നിട്ട് രാവിലെ ഇഡ്ഡലി സാമ്പാറും പിന്നെ തേങ്ങാ ചമ്മന്തിയാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എനിക്കും അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണിത്. ഇതൊരു പ്രത്യേക വികാരമല്ലേ, നമുക്ക് രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, വരുന്നു, ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്നു, ഉച്ചയ്ക്ക് പായസം കൂട്ടി നല്ല വിഭവ സമൃദ്ധിയായിട്ട് സദ്യ കഴിക്കുന്നു. ഇതൊക്കെ പ്രത്യേക ഒരു വികാരം തന്നെയാണ് കൊടുത്തത് രാവിലെ. അപ്പം അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഏത് നേരം ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാവക്ക് വേണം. അത് നിർബന്ധമാണ് അവൾക്ക്. വന്നിട്ട് അവൾ നമ്മളോട് ചോദിക്കും, തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കും. ഞാൻ അമ്മേനെ അടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഇഡ്ഡലി സാമ്പാർ കോമ്പിനേഷൻ. അമ്മ ഇങ്ങനെ കഴിക്കാൻ അമ്മയോട് ചോദിക്കും, അമ്മ ഇനി എന്തൊക്കെയുണ്ട്. അമ്മ രാവിലെ വെളുപ്പിനെ തുടങ്ങിയ പരിപാടിയാണ്, അടുക്കളയിൽ കയറാൻ തുടങ്ങിയതാണ്. അപ്പം എന്തൊക്കെ അമ്മ ഇത്രയും വെച്ചു. പിന്നീട് തന്നെ അമ്മ പരിപ്പും അവിയലൊക്കെ വെച്ചിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി പൈനാപ്പിൾ കട്ട് ചെയ്യാം കേട്ടോ. പൈനാപ്പിൾ തന്നെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ അപ്പം ആദ്യം തന്നില്ല, കാരണം ഞാൻ ആദ്യം എടുത്ത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാനത് അടിച്ച് മാറ്റി ചെയ്തു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ കിച്ചടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സദ്യക്ക് പുറത്ത് പോയാൽ സദ്യക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് ആദ്യമേ നോക്കുന്നത് ഈ മഞ്ഞ കളർ കിച്ചടി ഉണ്ടോ എന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ കിച്ചടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, കാരണം അതിൻ്റെ ഒരു മധുരം നമുക്ക് പഞ്ചസാരയിലും കിട്ടും. പക്ഷേ ഈ പൈനാപ്പിൾ കിച്ചടിയിലുള്ള ഒരു മധുരം അത് വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ആരും കാണാതെയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വായിലിടുന്നുണ്ട്. പക്ഷെ അത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പൈനാപ്പിളൊക്കെ ചെത്തി എന്താ പറയുക ഒരു സൈഡിൽ മാറ്റി വെച്ചു, കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. ഇനി അത് സെറ്റാക്കണം. ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ആ സമയത്ത് അവിടെ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരു പീസ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഞാൻ ഒറ്റ കഴിച്ചല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ അമ്മയ്ക്കും കൊടുത്തു. അതിനുശേഷം ചേച്ചിക്ക് ഞാൻ ഒരു പീസ് കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു അതില്ലായിരുന്നു സത്യം. ചെറിയൊരു പൈനാപ്പിളായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വെറുതെ നമ്മൾ കുറേ വെച്ച് വേസ്റ്റ് ആക്കണേക്കാളും നല്ല കുറച്ച് വയ്ക്കുക, പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ പായസം അമ്മ അടുപ്പിലാക്കി അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇട്ട് എന്താ പറയുക കൈ എടുക്കാണ്ട് ഇങ്ങനെ ആക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നല്ല ആക്ച്വലി ചേട്ടൻ അടുക്കളയിൽ എന്നെക്കാളും കൂടുതൽ ജോലി ചെയ്ത ചേട്ടാണ് എന്തായാലും. അപ്പുറത്തുനിന്ന് ചേച്ചി പാത്രം കഴുകുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് അമ്മ ആഹാരം വയ്ക്കുന്നുണ്ട്, ചേട്ടൻ അതേ കണക്ക് അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. സോ നമ്മൾ ഇത്രയും വിഭവങ്ങളാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഞാൻ വാഴയിലേക്ക് എല്ലാ വർഷവും എന്തും ആയിക്കോട്ടെ ഞാൻ തന്നെയാണ് വാഴയില വിതരണം ചെയ്യുന്നതും പിന്നെ സദ്യ വിളമ്പുന്നതും ഞാൻ തന്നെയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാവുന്നതായിട്ട് ചോറുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, പരിപ്പുണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ട്, പൈനാപ്പിൾ കിച്ചടി മൈ മോസ്റ്റ് ഫേവറേറ്റ്, പിന്നെ മോരുണ്ട്, ആൻഡ് ദ ലാസ്റ്റ് ദ മെയിനസ് പ്രഥമനാണ്. പിന്നെ ഉപ്പേരി ഉണ്ട്, പഴമുണ്ട്, പപ്പടമുണ്ട്, പിന്നെ അച്ചാർ 3 ഉണ്ട് കേട്ടോ, മാങ്ങ, നാരങ്ങ, ഇഞ്ചി എല്ലാം ഉണ്ട്. സോ ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തിട്ടു. അവസാനം ഞാൻ ചോറ് വിളമ്പാണ്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അപ്പം ഞാൻ ആദ്യമേ എൻ്റെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങ് അറ്റാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് എൻ്റേതായ രീതിക്ക് ഞാൻ അച്ചാറൊക്കെ ഞാൻ കൂടുതലെടുക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഞാനായിരിക്കും എപ്പോഴും. ഒരു വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ഭാവിനാണെങ്കിൽ പോലും ഞാനായിരിക്കും ഇതൊക്കെ ചെയ്യണം. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. വിളമ്പുന്നത് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, അങ്ങനെ ഓരോരോ ഇതുണ്ടല്ലോ, ഓരോന്നൊക്കെ വെക്കേണ്ട രീതി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനാണ് ഓൾ ഇൻ ഓൾ ഇതൊക്കെ ചെയ്യുന്നത്. ഫുഡ് വെക്കുന്നത് അമ്മയായിരിക്കും, പക്ഷേ അല്ല, ഇതൊക്കെ വിതരണവും പിന്നെ ബാക്കി ആഡംബര പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ എനിക്കിത് വീഡിയോ എടുത്ത സമയത്ത് എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഫ്രെയിം ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് കാണുമ്പോഴേക്കും എന്തോ ഒരു സന്തോഷമാണ് നമുക്കിത് കാണുമ്പോൾ. നമ്മളെ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. ഇതൊക്കെ ഒരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഒരു മെമ്മറീസിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. എന്ത് സന്തോഷത്തോടെയാണ് നമ്മളല്ലേ ആഹാരമൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒക്കെ. പലർക്കും ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് ഉണ്ട്. സോ എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കെന്നല്ല, എൻ്റെ ഫാമിലിക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അവർക്ക് ഇങ്ങനെ ഒരുമിച്ച് ഒത്തിരുന്ന് ഈ ഒരു 2025 തിരുവോണം ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചതിൽ നമുക്ക് ഏവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പായസത്തിൻ്റെ ഇത് പറയുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് പായസം ഈ നമ്മുടെ പഴം ഞാൻ ആദ്യം പഴം വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ പപ്പടത്തിൻ്റെ ഇതെനിക്ക് വന്നത്. പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പായസവും പപ്പടവും കൂടെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പായസവും പപ്പടവും അടിപൊളി കോമ്പിനേഷനാണ്, നൈസാണ്. ഞാൻ ഈ സദ്യ കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരു ബൗളിലാക്കിയിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നോർമലി കൂടുതലും എനിക്ക് കൊതിത്തീറ്റയാണ് സത്യം പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര എനിക്ക് കൊതിയൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് അടിക്കും. പിന്നെ ഈ പായസം, സദ്യ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമേ അല്ല. നമുക്ക് ഇപ്പോൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം നോൺ വെജ് ചൈനീസ് ഫുഡൊക്കെ കഴിക്കാമെന്നായിരിക്കും ആഗ്രഹം. സദ്യ കഴിക്കണമെന്നൊരു ആഗ്രഹമൊന്നും അങ്ങനെ വരാറില്ല. പക്ഷെ സദ്യ കിട്ടിക്കഴിഞ്ഞാലോ ഈ നോൺ വെജിനേക്കാളും കൂടുതൽ ഇഷ്ടം സദ്യയായിരിക്കും. അപ്പോൾ എനിക്ക് സദ്യ ഒന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് സദ്യ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു വികാരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരാൾ മിസ്സിങ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മിയക്കുട്ടി ഫുഡ് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അവൾ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഈ ഒരു ഫ്രെയിമിൽ. ബട്ട് കുഴപ്പമില്ല, അവൾ ഫുഡ് കഴിക്കുന്നത് വേറൊരു ഫ്രെയിമിൽ വേറൊരു ഷോട്ടായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അവളെ ഓർക്കത്തിൽ നിന്ന് എണ്ണിപ്പിക്കാനായിട്ട് നോക്കി, പക്ഷെ അവൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അത് ശരിയാവത്തില്ല, അത് പിന്നെ ഫുള്ള് പ്രശ്നമാവും. അതിനേക്കാളും നല്ല ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഉറങ്ങട്ടെ എന്ന് കരുതി. അങ്ങനെ അവൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം അവൾ എണ്ണീക്കും. അന്നേരം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. മിയക്കുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൾ എണ്ണീറ്റു. അത് നമ്മൾ കഴിച്ചതുപോലെ തന്നെ അവൾക്കും സദ്യയും എല്ലാ കറികളും വെച്ച് തന്നെയാണ് ചേച്ചി കൊടുക്കുന്നത്.
അവൾക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഫുള്ളായിട്ട് അവൾ ആഹാരം കഴിക്കാൻ ചോറ് വിഴുങ്ങാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോറ് അവൾക്ക് സെപ്പറേറ്റ് വേവിക്കും, നല്ലതായിട്ട് വേവിച്ചിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അതേപോലെ അവളിങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. എല്ലാ കറികളും കൊടുക്കേണ്ടത് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം എന്ന് വെച്ചാൽ ജീവനാണ് നമുക്ക്, ഭയങ്കര ഇഷ്ടമാണ് പപ്പടം എന്ന് വെച്ചാൽ പപ്പടക്കളിയാണ്. പപ്പടം കണ്ടുകഴിഞ്ഞാൽ അപ്പം അവിടെ നിൽക്കും. പാവം എൻ്റെ മിയ മോള്. ഇതിൽ വേറൊരു രസമായിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിയ മോള് അവൾക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ച് അവളും കൊടുക്കുന്നുണ്ട്. എന്തൊരു സ്നേഹമല്ലേ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അവൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ അവൾക്ക് വാരി കൊടുക്കുന്നത്. മിയ മോള് കണ്ടോ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് പറയുകയും ചെയ്തായിരുന്നു, കണ്ടോ അമ്മ നമ്മൾ വാരി കൊടുക്കുന്നു, നമുക്കൊക്കെ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. കള്ളി പെണ്ണാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്, എൻ്റെ പൊന്നാണ്. അവൾക്കും ഭയങ്കര സന്തോഷമായി ഈ ഒരു ഇതിലങ്ങനെ ആയത്. ആൻഡ് ലാസ്റ്റ് മിയക്കുട്ടിയുടെ കലാശക്കോട്ടയാണ് ഗെയ്സ്. ആ അത്തപ്പൂവിനെ എല്ലാം പിച്ച് പെറുക്കിയെടുത്തു പറഞ്ഞില്ലേ, എല്ലാം കാറ്റ് വന്നിട്ട് പോലും അത് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മിയക്കുട്ടി അതിനെല്ലാം വലിച്ച് വാരിയെടുത്ത് ഒന്നും പറയണ്ട, ആ ലെവലിലാക്കിയെടുത്ത്. പാവം, എന്താ അറിയാമല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ. തലയിലൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. സോ എന്ത് പറയാനാണ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരുടെയും തിരുവോണം ഇതേപോലെ കളറായി എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ അടുത്ത എക്സൈറ്റിംഗ് വ്ളോഗ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ലവ് യു ആൻഡ് ബൈ.